സൗദി അറേബ്യയിലെ പ്രധാന ദിനപത്രമായ അൽഷാദ് അൽ അസദാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ അറബിതര രാജ്യങ്ങളിട്ട് തീർക്കാൻ മൊസാദ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേതാക്കന്മാർക്ക് കർശനമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, മീറ്റിങ്ങുകൾ മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, മാറിയുള്ള മേഖലകളിൽ മാറിയുള്ള പ്രദേശങ്ങളിൽ മീറ്റിങ്ങുകൾ ചേരുക. ഏറ്റവും നിർണായകമായ ചില മുന്നറിയിപ്പുകൾ: എയർ കണ്ടീഷനുള്ള, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള, അതുപോലെ ഇൻ്റർകോമുള്ള സ്ഥലങ്ങൾ പരമാവധി പൂർണ്ണമായും മീറ്റിങ്ങുകൾക്ക് തിരഞ്ഞെടുക്കാതിരിക്കുക. അതായത് ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മുന്നറിയിപ്പ് നൽകിയത് സൗദി അറേബ്യയിലെ ഏറ്റവും ജനകീയ പത്രമായ അൽഷാർക്ക് അൽ അസദാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗാസയിലെ ഹമാസിന്റെ ഉന്മൂലനം ഏറെക്കുറെ ഇസ്രായേൽ സാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസിന്റെ നേതാക്കന്മാരാണ്. ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ എത്തിയിരുന്നു. അന്ന് കെയ്റോ മൊസാദ് വളഞ്ഞു എന്നുള്ള ചില സൂചനകൾ വന്നിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ വച്ച് കെയ്റോയിൽ വെച്ച് ഹമാസിൻ്റെ നേതാക്കളെ വധിക്കുക എന്ന ദൗത്യം മൊസാദ് പൂർത്തിയാക്കിയില്ല എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ ഹമാസിൻ്റെ നേതാക്കന്മാരുടെ തലയ്ക്ക് മൊസാദ് വിലയിട്ടിരിക്കുന്നു. ഹമാസിൻ്റെ നേതാക്കന്മാരുടെ തലയ്ക്ക് മൊസാദ് ഡെഡ് ലൈൻ ഇട്ടിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഹമാസ് നേതൃത്വം തന്നെയാണ്. ഖലീൽ അൽ ഹയ്യ അടക്കം മിഷേൽ ഖാലിദ് അടക്കമുള്ള എണ്ണപ്പെട്ട നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് ദോഹയിലേക്ക് ഈ വർഷം മൊസാദിൻ്റെ ആക്രമണമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണമുണ്ടായിരുന്നു. ഖലീൽ അൽ ഹയ്യയുടെ 3 മക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷേലുമൊക്കെ തലനാഴികയ്ക്കാണ് ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ കുറേയധികം ഹമാസിൻ്റെ നേതാക്കന്മാർ ദോഹ വിട്ട് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലും പരിസരങ്ങളിലും അഭയം തേടിയിരിക്കുന്നു. ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് ഒളിവിൽ പോയിരിക്കുന്നു. അവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഹമാസിന് നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പാണിത്. നിങ്ങൾ കരുതിയിരിക്കുക, ഏത് നിമിഷവും മൊസാദിൻ്റെ ചാരന്മാർ നിങ്ങൾക്ക് നേരെ ആക്രമണവുമായി എത്താം. നമുക്കറിയാം മൊസാദിൻ്റെ ചാരന്മാരുടെ കരുത്ത്. ഇസ്മായിൽ ഖനിയയെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലിട്ട് തീർത്തത് എങ്ങനെയെന്ന് ലോകം മറന്നിട്ടില്ല, ഹമാസും മറന്നിട്ടില്ല. ഇറാൻ്റെ പുതിയ പ്രസിഡന്റായ മസൂദ് പെഷസ്കിയാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇറാൻ്റെ അതിഥിയായി എത്തിയതാണ് ഇസ്മായിൽ ഖനിയ. സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിന് സമീപമുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന സൈന്യത്തിൻ്റെ അതീവ സുരക്ഷയിൽ കഴിയുകയായിരുന്നു, ഒന്നാം നിലയിലെ സൂട്ട് റൂമിൽ. എന്നാൽ ആ 1-ാം നിലയിലെ സൂട്ട് റൂമിലിട്ട് ഖലീൽ അൽ ഹയ്യയെയും അംഗരക്ഷകനെയും തീർത്തു മൊസാദ്. തൊട്ടടുത്ത ചുമരിനുള്ളിൽ താമസിച്ചിരുന്ന മറ്റൊരാൾ പോലും ഈ ആക്രമണത്തെക്കുറിച്ചോ ഈ വധത്തെക്കുറിച്ചോ അറിഞ്ഞില്ല. പിറ്റേന്ന് പുലരുന്നത് ഇറാൻ ഞെട്ടലോടെയാണ്. ഇസ്മായിൽ ഖനിയ എന്ന ഹമാസിൻ്റെ നേതാവ് ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടിരിക്കുന്നു. പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് 100 വാര അകലെയുള്ള ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ആ മുറിയിലിട്ട് ഇസ്മായിൽ ഖനിയെ തീർത്തത് മൊസാദ് തന്നെയാണ്. ആദ്യമൊന്നും അത് ഏറ്റെടുക്കാൻ മൊസാദ് തയ്യാറായില്ല. എന്നാൽ പിന്നീട് മൊസാദ് സമ്മതിച്ചു, ഞങ്ങളുടെ ഏജന്റുമാർ തന്നെയാണ് ഇസ്മായിൽ ഖനിയെ വധിച്ചത്. അതിനുശേഷം യഹിയ സിൻവാറിനെ ആക്രമണത്തിൽ IDF കൊലപ്പെടുത്തിയെന്ന് പറയാം. അതിനൊക്കെ ശേഷം എത്രയോ സംഭവങ്ങൾ. 2025 ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ യുദ്ധം, ആ ആക്രമണത്തിന് തൊട്ട് മുൻപ് 100ഓളം വരുന്ന മൊസാദിൻ്റെ ചാരന്മാർ ഇറാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ കടന്നുകൂടി.
അവർ ആ മേഖലകളിൽ കൃത്യമായ മുന്നൊരുക്കം നടത്തി. ഇസ്രായേലിൻ്റെ ആക്രമണം സംഭവിച്ചതിന് പിന്നാലെ ഇറാനിലെ റോക്കറ്റ് ലോഞ്ചറുകളോ മിസൈൽ ലോഞ്ചറുകളോ ആണവ കേന്ദ്രങ്ങളോ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല. ആ ആക്രമണത്തിന് തൊട്ട് മുൻപ് ഇവയെല്ലാം മൊസാദിൻ്റെ ചാരന്മാർ നിർവീര്യമാക്കി. അങ്ങനെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു ചാരസംഘടനയാണ് മൊസാദ്. ലോകത്തിൻ്റെ ഏതു മുക്കിലും മൂലയിലും മൊസാദിൻ്റെ ചാരന്മാരുണ്ട് എന്നുള്ളതാണ് ലോകം തന്നെ അവരെ ഭയക്കാൻ കാരണം. ആ മൊസാദാണിപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിന് വിലയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സൗദി അറേബ്യ മുസ്ലിം രാജ്യം, ആ സൗദി അറേബ്യയുടെ പ്രധാന പത്രമായ അഷാർക്ക് അൽ അസദ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഹമാസ് നേതാക്കന്മാരെ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങളെ അറബിതര രാജ്യങ്ങളിലിട്ട് മുസ്ലിം ഇതര രാജ്യങ്ങളിലിട്ട് നിങ്ങളെ വകവരുത്താനാണ് മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെയും തീരുമാനം. നിങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അറബ് രാജ്യങ്ങളിൽ തന്നെ നിങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളുണ്ട്. നിങ്ങളുടെ മീറ്റിംഗ് പ്ലേസുകൾ, നിങ്ങളുടെ സമ്മേളന സ്ഥലങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ AC ഉള്ള, ഇൻ്റർനെറ്റുള്ള, ഇൻഡികോം കണക്ഷനുള്ള ഒരു ഹാളുകളിലും മുറികളിലും നിങ്ങൾ മീറ്റിംഗ് കൂടരുത്, നിങ്ങൾ താമസിക്കരുത്. ഏത് മുഖേനയും നിങ്ങളെ അവർ തീർക്കും. അവർക്ക് നേരത്തെ അറിയാം ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ മൊസാദ് നടത്തിയ പ്രവർത്തനം. ഹിസ്ബുള്ളയുടെ ഏജന്റുമാർ ഒരേ സമയം 100 കണക്കിന് പേരാണ് നടുറോഡിൽ പൊട്ടിത്തെറിച്ച് മരിച്ചത്. പേജറുകളിൽ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൻ്റെ ചാരന്മാർ വച്ച അതീവ സ്ഫോടക ശക്തിയുള്ള ഒരു രാസവസ്തു അത് ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിന് പിന്നാലെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. ഒടുവിൽ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ഹിസ്ബുള്ള ഭീകരന്മാർ അകന്നു നിന്നു. അതൊക്കെ കൃത്യമായിട്ട് ഹമാസിനറിയാം. അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ ചാരന്മാർ അവരെ ലക്ഷ്യമിടുന്നു എന്ന് അതറിഞ്ഞ ഘട്ടത്തിൽ തന്നെ മുൻകരുതലുകൾ ഹമാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാം, എത്ര മുൻകരുതലെടുത്താലും ഹമാസിൻ്റെ നേതൃത്വത്തെ ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷേലിനെയും ഒക്കെ തീർക്കണമെന്ന് മൊസാദ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഏത് രാജ്യത്തിൻ്റെ ഉള്ളിലിട്ടായാലും ഹമാസിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെടും. എന്തായാലും അറബ് രാജ്യങ്ങൾ ഹമാസിന് നൽകുന്ന വലിയ മുന്നറിയിപ്പ്, ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് നിങ്ങൾ ലക്ഷ്യം വച്ചിരിക്കുന്നു. ഹമാസിന് വലവിരിച്ച് മൊസാദ് നേതൃത്വം മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ.